അനീഷിനോട് ഈ കാണിക്കുന്നത് അനീതിയാണ്. ഇന്നലെ ജയിൽ നോമിനേഷൻ സമയത്ത് അനീഷിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷ് അവിടെ ഇരുന്ന് അതിനുള്ള മറുവാദം പറയുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാൾ വന്ന് പറയുന്നുണ്ട് അനീഷ് ഈ ആഴ്ച വീക്കായിരുന്നു, അതുകൊണ്ട് ഞാൻ അനീഷിനെ നോമിനേറ്റ് ചെയ്യുന്നുവെന്ന്. അപ്പോൾ അനീഷ് അവിടെ ഇരുന്ന് അതിൻ്റെ മറുപടി പറയും, ഞാൻ ആക്റ്റീവ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് മറുപടി പറയും. അപ്പോൾ ഒരാൾ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് അനീഷ് അവിടെ എന്തെങ്കിലും അലച്ചാൽ ഈ അക്ബറിനും ആരിനും അവർക്കുള്ള ഗ്യാങ്ങിന് ഭയങ്കര പ്രശ്നമാണ്. അഭിലാഷ്, ഒരിയൽ സാബു ഇവരൊന്നും അനീഷ് സംസാരിക്കാൻ സമ്മതിക്കില്ല. അതേസമയം ഷാനവാസ് വന്ന് ഇവരെയൊക്കെ നോമിനേറ്റ് ചെയ്തപ്പോൾ അവർക്ക് അത് കേട്ടിരിക്കാൻ പറ്റിയില്ല. അവർക്ക് അവിടെ നിന്ന് സംസാരിക്കാം. അനീഷ് സംസാരിച്ചുകൂടെ, അവർക്ക് സംസാരിക്കാം. അത് എവിടുത്തെ ന്യായമാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനീഷിനെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമ്പോൾ അനീഷ് അത് എന്തെങ്കിലും അവിടെ ഇരുന്ന് പറഞ്ഞാൽ അവർക്കത് വലിയ പ്രശ്നമാണ്. എന്നാൽ അക്ബറിനെയും ആരിനെയൊക്കെ ആരെങ്കിലും ജയിൽ നോമിനേറ്റ് ചെയ്താൽ അതിന് പറയുന്ന കാരണത്തിന് മറുപടി അവർ അവിടെ ഇരുന്ന് പറയും, ഉറച്ച് വളരെ ഉച്ചത്തിൽ സംസാരിക്കും. അതിന് ആർക്കൊരു പ്രശ്നവുമില്ല. ഈ അനീഷിനോട് മാത്രം എന്തിനാണ് ഇത്രയ്ക്കൊരു ഒരു ഇരട്ട നിലപാട് അവർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം. അനീഷ് പുറത്ത് അല്ലെങ്കിൽ അകത്ത് ഈസി ടാർഗറ്റ് ആണെന്ന് അറിഞ്ഞത് കൊണ്ടാണോ അവരിങ്ങനെ പെരുമാറുന്നത്? എന്ത് പറഞ്ഞാലും അനീഷ് തിരിച്ചൊന്നും പറയാൻ പോകില്ല, അല്ലെങ്കിൽ അനീഷ് ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയും എന്നുള്ളത് കൊണ്ടാണോ അവരിങ്ങനെ കാണിക്കുന്നത്? എന്തായാലും അനീഷിനോട് കാണിക്കുന്ന ഈ അനീതി ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.